തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലും നർമ്മം കൊണ്ട് പരസ്പരം വിമർശിച്ച് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികൾ. ജനാധിപത്യ മതേതര ഭരണം പുനഃസ്ഥാപിക്കാനാണ് തന്റെ പോരാട്ടമെന്ന് UDF സ്ഥാനാർത്ഥി MK രാഘവൻ. കോഴിക്കോടിന്റെ വികസനം കഴിഞ്ഞ 15 വർഷമായി വരണ്ട നിലയിലാണെന്ന് എളമരം കരീം വിമർശിച്ചു. കോഴിക്കോടിന്റെ വികസനത്തിനായി തനിക്ക് ഒരു അവസരം നൽകണമെന്നായിരുന്നു NDA സ്ഥാനാർത്ഥി MT രമേശിന്റെ ആവശ്യം. കാലാവസ്ഥയുടെ കനത്ത ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലാണ് ഒരൽപ്പം നർമ്മം ചാലിച്ച് കോഴിക്കോടെ 3 മുന്നണി സ്ഥാനാർത്ഥികളും കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിക്കെത്തിയത്. മണ്ഡലത്തിലെ സിറ്റിംഗ് MP എന്ന നിലയിൽ UDF സ്ഥാനാർത്ഥി MK രാഘവനായിരുന്നു ആദ്യം സംസാരിച്ചത്. CAA സംബന്ധിച്ച് കോൺഗ്രസിന് വ്യക്തമായ നിലപാടുണ്ടെന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സർക്കാർ വന്നാൽ ആദ്യം റദ്ദ് ചെയ്യുക CAA ആയിരിക്കുമെന്നും MK രാഘവൻ പറഞ്ഞു. CAA സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 15, 16, 25, 26, 28, 29, 30 ഇതനുസരിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ഉറപ്പുണ്ട്. മൗലിക അവകാശങ്ങളെയും വിശ്വാസത്തിനുള്ള അവകാശങ്ങളെയും അത് പൂർണ്ണമായി ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന് ആരും ഇത് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ 50 കൊല്ലം ഇന്ത്യ ഭരിച്ചവരാ. അന്ന് ഭരിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ. രാഷ്ട്രീയത്തിലും വികസനത്തിലും വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് താൻ പ്രവർത്തിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാടിനും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ മുദ്രാവാക്യവും അതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം നടപ്പിലാക്കി അതുപോലെ ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ശ്രമം. കേരളത്തിൽ LDFും UDFും തമ്മിലാണ് മത്സരമെന്ന് ഇടത് സ്ഥാനാർത്ഥി എളമരം കരീം പറഞ്ഞു. കേരളത്തിലെ മത്സരം LDFും UDFും തമ്മിലാണ്. ആ മത്സരത്തിലൂടെ ഞങ്ങൾ മുഖ്യ ലക്ഷ്യം വെക്കുന്ന BJPക്ക് ഒരു സീറ്റും കിട്ടാൻ ഇടയില്ല. അതുകൊണ്ട് ഇവിടുത്തെ മത്സരം ദേശീയ തലത്തിലുള്ള ലക്ഷ്യത്തെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. ഇവിടുത്തെ മത്സരം ദേശീയതല സഖ്യത്തെ ബാധിക്കില്ലെന്ന് പറഞ്ഞ കരീം മുഖ്യമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിനും വ്യക്തമായ മറുപടി നൽകി. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ രാംലീല മൈതാനത്ത് പ്രതിപക്ഷത്തിന്റെ വലിയ റാലി നടന്നു. ആ റാലിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ചോദിക്കുന്നത് എന്താണ് പിണറായിയെ ED അറസ്റ്റ് ചെയ്യാത്തതെന്നാണ്. ഈ വൈരുദ്ധ്യം പ്രതിപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കേണ്ട പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ പക്വതയില്ലായ്മയും രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ വൈകല്യത്തെ വ്യക്തമാക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ അംഗബലം പാർലമെൻറ്റിൽ വർദ്ധിച്ചാൽ മാത്രമേ ശരിയായ ദിശാബോധം സർക്കാരിന് നൽകാൻ സാധിക്കൂ. കഴിഞ്ഞ 10 വർഷമായി അഴിമതിയില്ലാത്ത ഭരണമാണ് മോദി നടത്തുന്നത് എന്ന വാദമായിരുന്നു NDA സ്ഥാനാർത്ഥി MT രമേശ് ഉന്നയിച്ചത്. 18ാം ലോകസഭയിലേക്കുള്ള ഈ തിരഞ്ഞെടുപ്പ് രാജ്യത്ത് പൊതുവെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച 10 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഒരു 3-ാം ഊഴം നൽകണം എന്നുള്ള ഒരു പൊതുജനാഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന കാര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവോ മറ്റേതെങ്കിലും രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയ വിമർശനങ്ങളുണ്ടാകാം. പക്ഷേ ഇന്ത്യയുടെ പൊതു സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി മോഡി ഗവൺമെൻറ് വീണ്ടും തിരിച്ചു വരും. പ്രധാനപ്പെട്ട കാരണം 10 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ. തനിക്കെതിരെ മത്സരിക്കുന്ന 2 പേരും നിലവിൽ MPമാരാണ്. ഇരുവരും MPമാരായി പ്രവർത്തിച്ചതുകൊണ്ട് അവർക്കിനി വിശ്രമം അനുവദിക്കണം. ഇതുവരെ MP ആകാത്ത തന്നെ MP ആക്കണമെന്ന MT രമേശിന്റെ വാക്കുകൾ സദസ്സിനെയും ചിരിപ്പിച്ചു. എനിക്കെതിരായിട്ട് മത്സരിക്കുന്ന 2 പേരും ഒരാൾ രാജ്യസഭയിലും ലോകസഭയിലുമുള്ള ആൾക്കാരാണ്. അവരെല്ലാവരും കോഴിക്കോടിൻ്റെ വികസനത്തിന് വേണ്ടി ധാരാളം ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവകാശപ്പെട്ടു. എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ആർക്കൊരു വിശ്രമം കൊടുത്ത് എനിക്കൊരു അവസരം തരണം എന്നുള്ളതാണ് ഞാൻ പറയുക. മണ്ഡലത്തിന്റെ വികസനത്തെ സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് സംസാരമെത്തിയപ്പോഴാണ് മുഖാമുഖത്തിന് രാഷ്ട്രീയ ഗൗരവം വന്നത്. നരേന്ദ്രമോദി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായി കോഴിക്കോടിന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് മോഡി ഗവൺമെൻറ്റിൻ്റെ പട്ടികയിലല്ലേ വരേണ്ടത്. അപ്പോൾ ഒരു മിനിറ്റ് കൂടിയുണ്ട്, ഞാൻ ഇവിടെ നോക്കുന്നുണ്ട് കറക്റ്റ് ടൈം. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കോഴിക്കോട് നൽകിയതിനേക്കാൾ കൂടുതൽ ഒരു വികസനവും കോഴിക്കോടിന് കിട്ടിയിട്ടില്ല. കോഴിക്കോട് വികസന മുരടിപ്പാണെന്ന് എളമരം കരീമിന്റെയും MT രമേശിന്റെയും വിമർശനം. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പദ്ധതികൾ നേടുക എന്നതിലാണ് MPമാർക്ക് ഇടപെടാൻ സാധിക്കുക.
സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളിൽ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചാൽ കല്ലിൽ പേര് വരുന്നത് തൻ്റെ വകയാണ് എന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ പേരും വരാറുണ്ട്, പലരുടെയും പേര് വരാറുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ വികസനവും കേരള ആരോഗ്യവകുപ്പ് മുൻകൈയെടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സാങ്ഷൻ ചെയ്യിച്ച പദ്ധതികളാണ്. അങ്ങനെ പദ്ധതികളുടെ പിന്നാലെ ഞാൻ അതിൻ്റെ അവകാശവാദമായിട്ട് ബോർഡ് എഴുതി വെച്ചാൽ എന്താ ന്യായം? അതിനെ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തി തയ്യാറാക്കിയ പുസ്തകം ഉയർത്തിക്കാട്ടി MK രാഘവന്റെ മറുപടി. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ തയ്യാറാക്കി അയച്ചത്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ എൻ്റെ കൂടെ വന്നാൽ എൻ്റെ ചെലവിൽ എൻ്റെ കാറിൽ ആരെങ്കിലും വരുമെങ്കിൽ ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് എണ്ണി കാണിച്ചു കൊടുക്കാൻ തയ്യാറുള്ളൂ. ഇതിലെല്ലാം ഉണ്ട്. ഏതെങ്കിലും ഒന്ന് തെറ്റുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ് എന്ത് പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാതെ രാഷ്ട്രീയ പ്രസംഗത്തിന് ഈ വേദി ഉപയോഗിക്കരുത്. ആരും ഒരിക്കലും ഉപയോഗിക്കുന്നത് മോശമാണ്. അപ്പോഴും പരസ്പര ബഹുമാനവും രാഷ്ട്രീയത്തിനതീതമായ സ്നേഹവും കാത്തുസൂക്ഷിക്കാൻ 3 സ്ഥാനാർത്ഥികളും തയ്യാറായി. അതങ്ങനെയല്ല, 2 പേരിൽ ഒരാളെ കയറ്റുന്നാൽ മതി. 2 ഒരു മുന്നണിയാണ്. പിന്നാലെ വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ അങ്കത്തട്ടിലേക്ക് അവർ യാത്ര തിരിച്ചു. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.